ഹലോ ഫ്രണ്ട്സ്, ഐ എം മുഹമ്മദ് അമീൻ. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. അപ്പോൾ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് BSc സെക്കൻഡ് സെമസ്റ്റർ കോംപ്ലിമെൻ്ററി കോഴ്സായിട്ട് വരുന്ന ഫിസിക്സിലെ ഇൻ്റർഫറൻസ് എന്ന് പറയുന്ന ചാപ്റ്ററാണ്. അപ്പോൾ നമ്മൾ വീഡിയോ ഇടാൻ ഉദ്ദേശിക്കുന്നത് പാർട്ടായിട്ടാണ്. അപ്പോൾ ഇന്ന് നമ്മൾ മെയിനായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു ലോയാണ്, പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർ പൊസിഷൻ എന്ന് പറയുന്ന ലോ ആണ് മെയിനായിട്ട് ഇന്ന് ചർച്ച ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മൾ കാണുന്നൊരു പ്രതിഭാസമാണ്, അല്ലെങ്കിൽ നമ്മൾ കുട്ടികളായിരിക്കുമ്പോൾ നമ്മൾ അധികമായിട്ട് എൻജോയ് ചെയ്തിട്ടുള്ള ഒരു സംഭവമാണ് ഈ നമ്മൾ മഴക്കാലത്ത് സ്കൂളിലൊക്കെ പോകുന്ന സമയത്ത് റോഡിലൊക്കെ ഓയിൽ സ്പ്രെഡ് ചെയ്ത് വെക്കും. വണ്ടികളിൽ നിന്ന് റോഡിലേക്ക് വീണിട്ടുള്ള ഓയിലുകൾ വിവിധ നിറത്തിൽ നമ്മൾ കാണാറുണ്ട്. അപ്പോൾ ഇതിനൊക്കെ കാരണം എന്താണ്? ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഫിസിക്സ് എന്താണ്? അതൊക്കെയാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ നമ്മൾ മെയിനായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇൻ്റർഫറൻസ് എന്ന് പറയുന്നത് വൺ ഓഫ് ദ വെരി ഇമ്പോർട്ടൻ്റ് ക്യാരക്ടറിസ്റ്റിക്സ് എക്സിബിറ്റഡ് ബൈ വേവ്സ് ആണ്. അപ്പോൾ വേവ്സിൻ്റെ വൺ ഓഫ് ദ ഇമ്പോർട്ടൻ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഇൻ്റർഫറൻസ് എന്ന് പറയുന്നത്. When two or more waves are allowed to pass through a continuous medium, they coincide in space and time. Then we say that they interfere with each other. അപ്പോൾ നമ്മൾ രണ്ടോ അതിലധികമോ വേവ്സ് നമ്മൾ ഒരു കണ്ടിന്യൂസ് മീഡിയത്തിലൂടെ പാസ് ചെയ്യാൻ അല്ലെങ്കിൽ കടന്നു പോകാൻ നമ്മൾ അലോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവ സ്പേസിലും ടൈമിലും കോയിൻസൈഡ് ചെയ്യും. ദെൻ വി ക്യാൻ സേ ദാറ്റ് ദേ ഇൻ്റർഫിയർ വിത്ത് ഈച്ച് അതർ. അപ്പോൾ രണ്ട് വേവ്സ് കൂടിച്ചേരാണ്. അപ്പോൾ ഓരോ വേവ്സിനും ഓരോരോ ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ടാവുമല്ലോ. അതിനൊരു ആംപ്ലിറ്റ്യൂഡ്, പ്രത്യേക ഒരു വേവിന് ഒരു ആംപ്ലിറ്റ്യൂഡ് ഉണ്ടാവും. അതേപോലെ നമ്മൾ രണ്ട് വേവാണല്ലോ മിനിമം നമുക്ക് ഇൻ്റർഫിയർ ചെയ്യാൻ വേണ്ടത്. അപ്പോൾ ആ രണ്ട് വേവിനും ചിലപ്പോൾ വ്യത്യസ്തമായിട്ടുള്ള ആംപ്ലിറ്റ്യൂഡ് ആയിരിക്കും ഉണ്ടായിരിക്കുക, വേവ് ലെങ്ത് ആയിരിക്കും ഉണ്ടായിരിക്കുക, അങ്ങനെ ഫേസ് ഡിഫറൻസും ഒക്കെ വ്യത്യാസം ഉണ്ടായിരിക്കും. അപ്പോൾ ഈ ഇൻ്റർഫിയർ ചെയ്യുന്ന സമയത്ത് എന്തായിരിക്കും അവയുടെ റിസൾട്ടൻ്റ് എഫക്റ്റ് അല്ലെങ്കിൽ റിസൾട്ടൻ്റ് ഡിസ്പ്ലേസ്മെൻറ്റ് എന്തായിരിക്കും? ഇത്തരത്തിൽ ഇതിൻ്റെ റിസൾട്ടൻ്റ് എഫക്റ്റ് ഈസിലി നമുക്ക് കണ്ടുപിടിക്കാൻ ഉതകുന്ന ഒരു ലോ ഉണ്ട്. അതിനെയാണ് പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർ പൊസിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർ പൊസിഷൻ എന്നാണ് അടുത്തത് നമ്മൾ നോക്കാൻ പോണത്. അപ്പോൾ പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർ പൊസിഷൻ പറയുന്നത് ഇതാണ്: വെൻ ടു ഓർ മോർ വേവ്സ് ആർ അലൗഡ് to pass simultaneously through a continuous medium, they superimpose one another. Then each wave produces its own displacement at any point, and the resultant displacement will be the vector sum of their individual displacements. This is called principle of superposition. അപ്പോൾ എന്താണ് പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർ പൊസിഷൻ പറഞ്ഞാൽ, നമ്മൾ രണ്ടോ അതിലധികമോ വേവ്സ് നമ്മൾ സൈമുൾട്ടേനിയസ്ലി നമ്മൾ പാസ് ചെയ്യാൻ അനുവദിക്കുകയാണെന്നുണ്ടെങ്കിൽ ത്രൂ എ കണ്ടിന്യൂസ് മീഡിയം ദേ സൂപ്പർ ഇമ്പോസ് ചെയ്യും വൺ അനദർ. ദെൻ ഈച്ച് വേവ് പ്രൊഡ്യൂസ്, അപ്പോൾ ഈ ഓരോ വേവ്സും അതിൻ്റേതായിട്ടുള്ള ഡിസ്പ്ലേസ്മെൻറ്റ് പ്രൊഡ്യൂസ് ചെയ്യും. ദെൻ ദി റിസൾട്ടൻ്റ് ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് വിൽ ബി ദ വെക്ടർ സം ഓഫ് ദെയർ ഇൻഡിവിജ്വൽ ഡിസ്പ്ലേസ്മെൻറ്റ് എന്നാണ് പറയുന്നത്. ദിസ് ഈസ് കാൾഡ് പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർ പൊസിഷൻ. ലെറ്റ് y1 y2 y3 എക്സെട്ര yn വെക്ടറാണോ, വെക്ടർ y1 വെക്ടർ y2 വെക്ടർ y3. നമുക്കറിയാലോ ഡിസ്പ്ലേസ്മെൻറ്റ് നമ്മളെപ്പോഴും വെക്ടറിലാണ്, അതിനൊരു ഡയറക്ഷൻ ഉണ്ടായിരിക്കുമല്ലോ. അപ്പോൾ y1 y2 y3 എക്സെട്ര yn ബി ദ ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് ദി വേവ് അറ്റ് എനി ഇൻസ്റ്റൻറ്റ്, ആൻഡ് ദ റിസൾട്ടൻ്റ് ഡിസ്പ്ലേസ്മെൻറ്റ് y ക്യാൻ ബി റിട്ടൺ ആസ് വെക്ടർ y ഈക്വൽ ടു വെക്ടർ y1 പ്ലസ് വെക്ടർ y2 പ്ലസ് എക്സെട്ര വെക്ടർ yn. ഇതാണ് എന്തെന്ന് പറയുന്നത്, പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർ പൊസിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ റിസൾട്ടൻ്റ് ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് ഇൻഡിവിജ്വൽ ഡിസ്പ്ലേസ്മെൻറ്റ് വെക്ടർ സമ്മായിരിക്കും എന്നാണ് പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർ പൊസിഷൻ പറയുന്നത്. ഇനി അടുത്തതായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് സൂപ്പർ പൊസിഷൻ ഓഫ് ടു സിനുസോയിഡൽ വേവ്സ് ആണ്. അപ്പോൾ നമ്മൾ പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർ പൊസിഷൻ ഓഫ് ടു സിനുസോയിഡൽ വേവ്സ് ആണല്ലോ പറഞ്ഞത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ രണ്ട് വേവ്സ് കൺസിഡർ ചെയ്യുകയാണ്. ലെറ്റ് us കൺസിഡർ ദി സൂപ്പർ പൊസിഷൻ ഓഫ് ടു സിനുസോയിഡൽ വേവ്സ് ഹാവിങ് ദ സെയിം ഫ്രീക്വൻസി. രണ്ട് വേവ്സ് ആണ് y1 വെക്ടർ y1 ഈക്വൽ ടു a1
sin kx minus omega t plus phi 1 and vector y2 is equal to a2 sin kx minus omega t plus phi 2. ഇത് റെപ്രസെൻ്റ് ചെയ്യുന്നത് എന്താ വെച്ചാൽ ദ ഡിസ്പ്ലേസ്മെൻറ്റ് പ്രൊഡ്യൂസ്ഡ് ബൈ ഈച്ച് വേവ്, അതിനെയാണ് ഈ y1 ഉം y2 ഉം റെപ്രസെൻ്റ് ചെയ്യുന്നത്. അതായത് ഡിസ്പ്ലേസ്മെൻറ്റ് പ്രൊഡ്യൂസ്ഡ് ബൈ ഈച്ച് വേവ്. നമ്മളിവിടെ 2 വേവ്സാണ് എടുക്കുന്നത്, 2 സിനുസോയ്ഡൽ വേവ്സാണ് നമ്മൾ എടുക്കുന്നതെന്ന് പറഞ്ഞു. അതിൻ്റെ ഡിസ്പ്ലേസ്മെൻ്റ് ആണ് നമുക്ക് തന്നിട്ടുള്ളത്. നമ്മൾ എടുത്തിട്ടുള്ള വേവ് എന്താണ്, സെയിം ഫ്രീക്വൻസിയിലുള്ളതാണ്, അതേപോലെ തന്നെ സെയിം ഡയറക്ഷനിലുള്ളതാണെന്ന് നമ്മൾ അസ്യൂം ചെയ്യുക. അതിന് ഡിഫറെൻറ്റ് ആംപ്ലിറ്റ്യൂഡ് അതേപോലെ തന്നെ ഡിഫറെൻറ്റ് ഫേസസ് ഒക്കെയാണ് ഉള്ളത്. നമുക്ക് ഇതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ കഴിയും. അക്കോർഡിംഗ് ടു സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ എന്താ പറയുന്നത്, വെക്ടർ വൈ എന്ന് പറയുന്നത് എന്താണ്, വെക്ടർ y1 പ്ലസ് y2 ആണല്ലോ. ഇതാണല്ലോ സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ പറയുന്നത്. അതായത് ഇത് റിസൾട്ടൻ്റ് ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് വെക്ടർ സം ഓഫ് ദി ഇൻഡിവിജ്വൽ ഡിസ്പ്ലേസ്മെൻറ്റ്. അപ്പോൾ വെക്ടർ വൈ എന്ന് പറയുന്നത്, അതായത് റിസൾട്ടൻ്റ് ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് വെക്ടർ y1 പ്ലസ് വെക്ടർ y2 ആണല്ലോ. അപ്പോൾ വെക്ടർ വൈ എന്ന് പറയുന്നത് നമുക്ക് വെക്ടർ y1 a1 sin kx മൈനസ് ഒമേഗ ടി പ്ലസ് y1 എന്നും വെക്ടർ y2 a2 sin kx മൈനസ് ഒമേഗ ടി പ്ലസ് y2 എന്നുണ്ട്. അപ്പോൾ വെക്ടർ y എന്ന് പറയുന്നത് a1 sin kx മൈനസ് ഒമേഗ ടി പ്ലസ് y1 പ്ലസ് a2 sin kx മൈനസ് ഒമേഗ ടി പ്ലസ് y2 എന്താ. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ ഈ സൈനിൻ്റെ ബ്രാക്കറ്റ്, അതായത് സൈൻ kx മൈനസ് ഒമേഗ ടി പ്ലസ് y1 ഉം ആണല്ലോ ഉള്ളത്. ഇതിൽ നമ്മൾ രണ്ടായിട്ട് ഈ kx മൈനസ് ഒമേഗ ടി പ്ലസ് y1 നമ്മൾ ഭാഗിക്കുകയാണ്. kx മൈനസ് ഒമേഗ ടി എന്ന് പറയുന്ന ഒരു ഭാഗം, phi1 എന്ന് പറയുന്ന വേറൊരു ഭാഗം. അപ്പോൾ നമുക്ക് എങ്ങനെയാവും, വെക്ടർ y എന്ന് പറയുന്നത് വെക്ടർ y ഈക്വൽ ടു a1 സൈൻ kx മൈനസ് ഒമേഗ ടി പ്ലസ് phi1 പ്ലസ് a2 സൈൻ kx മൈനസ് ഒമേഗ ടി പ്ലസ് phi2. നമുക്കറിയാം സൈൻ എക്സ് പ്ലസ് വൈ എന്ന് പറയുന്നത് സൈൻ എക്സ് കോസ് വൈ പ്ലസ് കോസ് എക്സ് സൈൻ വൈ എന്നാണല്ലോ. അപ്പോൾ അത് പ്രകാരം നമ്മൾ ഇതിൽ അപ്ലൈ ചെയ്യാണ്. അപ്പോൾ നമുക്ക് കിട്ടും a1 സൈൻ kx മൈനസ് ഒമേഗ ടി പ്ലസ് ഒമേഗ ടി കോസ് phi1 പ്ലസ് a1 കോസ് kx മൈനസ് ഒമേഗ ടി സൈൻ phi1 പ്ലസ് a2 സൈൻ kx മൈനസ് ഒമേഗ ടി കോസ് phi2 പ്ലസ് a2 കോസ് kx മൈനസ് ഒമേഗ ടി സൈൻ phi2. ഇതിൽ നമ്മൾ നോക്കുന്ന സമയത്ത് സൈൻ kx മൈനസ് ഒമേഗ ടി എന്ന് പറയുന്ന ടേമും അതേപോലെ തന്നെ കോസ് kx മൈനസ് ഒമേഗ ടി എന്ന് പറയുന്ന ടേമും കോമൺ ആയിട്ടുണ്ട്. അപ്പോൾ ഇതിനെ നമ്മൾ ഒന്ന് കോമൺ ആയിട്ട് പുറത്തേക്ക് എടുത്താണ്ട് എഴുതുകയാണെങ്കിൽ a1 കോസ് phi1 പ്ലസ് a2 കോസ് phi2 ഇൻറ്റു സൈൻ kx മൈനസ് ഒമേഗ ടി പ്ലസ് a1 സൈൻ phi1 പ്ലസ് a2 സൈൻ phi2 ഇൻറ്റു കോസ് kx മൈനസ് ഒമേഗ ടി എന്നാവും. ഇതിൽ നമ്മൾ ഈ a1 കോസ് phi1 പ്ലസ് a2 കോസ് phi2 എന്ന് പറയുന്നതിന് a കോസ് phi എന്നും അതേപോലെ തന്നെ a1 സൈൻ phi1 പ്ലസ് a2 സൈൻ phi2 എന്നുള്ളതിന് ആ ടേമിന് നമ്മൾ a സൈൻ phi എന്നും പകരമായിട്ട് കൊടുക്കുകയാണ്. ഈ വാല്യൂസ് പുട്ട് ചെയ്യാണ്. അപ്പോൾ പുട്ട് ദ വാല്യൂസ് പുട്ട് a1 കോസ് phi1 പ്ലസ് a2 കോസ് phi2 ഈക്വൽ ടു a കോസ് phi ആൻഡ് a1 സൈൻ phi1 പ്ലസ് a2 സൈൻ phi2 ഈക്വൽ ടു a സൈൻ phi. ഇത് നമ്മൾ ഇക്വേഷൻ 2 എന്നും ഇക്വേഷൻ 3 എന്നും ഇതിന് നമ്മൾ ഇക്വേഷൻ 1 ആക്കി എടുത്തു. അപ്പോൾ പുട്ടിങ് ഇക്വേഷൻ 2 ആൻഡ് 3 ഇൻ ഇക്വേഷൻ 1 വി ഗെറ്റ് വെക്ടർ y ഈക്വൽ ടു a കോസ് phi സൈൻ kx മൈനസ് ഒമേഗ ടി പ്ലസ് a സൈൻ phi കോസ് kx മൈനസ് ഒമേഗ ടി. അപ്പോൾ നമുക്ക് ഇങ്ങനെയാണ് കിട്ടുക. അപ്പോൾ ഇതെന്ന് പറയുന്നത് കോസ് എക്സ് സൈൻ വൈ സൈൻ എക്സ് കോസ് വൈ എന്നുള്ള ഫോമിലാണല്ലോ കിടക്കുന്നത്. അതായത് കോസ് സൈൻ എക്സ് പ്ലസ് വൈ എന്ന് പറയുന്ന ടേം രൂപത്തിലാണ്. അതായത് നമുക്ക് ഇങ്ങനെ എടുക്കാം, സൈൻ എക്സ് കോസ് വൈ പ്ലസ് കോസ് എക്സ് സൈൻ വൈ. ഓക്കെ ആണല്ലോ. അപ്പോൾ നമുക്ക് ഇതിനെ നമ്മൾ സൈൻ എക്സ് പ്ലസ് വൈ എന്ന് പറയുന്ന ഫോമുല നമുക്ക് എഴുതാൻ കഴിയും. അപ്പോൾ എനെ കോമൺ ആക്കി എടുക്കുക. എന്നിട്ട് എ സൈൻ കെ എക്സ് മൈനസ് ഒമേഗ ടി പ്ലസ് 5. നേരത്തെ നമ്മൾ എങ്ങനെയാണോ ഇവിടെ രണ്ട് പാർട്ടായിട്ട് ചെയ്തത് അതിനെ ഒന്നാക്കിയേക്കാണ് ഇവിടെ.
അതായത് പറഞ്ഞാൽ മനസ്സിലായില്ലേ, ഇവിടെ കടക്കുന്നത് ഫോം എന്ന് പറയുന്നത് സൈൻ എക്സ് കോസ് വൈ പ്ലസ് സൈൻ വൈ കോസ് എക്സ് സൈൻ വൈ എന്ന് പറയുന്ന ഫോമിലാണ്. അപ്പോൾ അതെന്ന് പറയുന്നത് സൈൻ എക്സ് പ്ലസ് വൈ എന്ന് പറയുന്ന ഫോമിലാണ് കിടക്കുന്നത്. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാമെന്നാണ് പറയണത്. അപ്പോൾ ഈ വെക്ടർ വൈ ഈസ് ഈക്വൽ ടു എ സൈൻ കെ എക്സ് മൈനസ് ഒമേഗ ടി പ്ലസ് ഫൈ എന്ന് പറയുന്നത് എന്താണ്, നമുക്ക് കിട്ടിയ റിസൾട്ടൻ്റ് ഡിസ്പ്ലേസ്മെൻ്റ് ആണ്, വെക്ടർ വൈ ആണ്. പിന്നെ വേർ എ ഈസ് ദ ആംപ്ലിറ്റ്യൂഡ് ആൻഡ് ഫൈ ഈസ് ദ ഫേസ് ഓഫ് റിസൾട്ടൻ്റ് വേവ്. റിസൾട്ടൻ്റ് വേവിൻ്റെ ഫേസ് ആണ് എന്തെന്ന് പറയുന്നത്, ഫൈ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. ഇനി അടുത്തതായിട്ട് നമ്മൾ കണ്ടുപിടിക്കാൻ പോണത് റിസൾട്ടൻ്റ് ആംപ്ലിറ്റ്യൂഡ് എന്താണെന്നാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇക്വേഷൻ 2 ആൻഡ് ഇക്വേഷൻ 3 സ്ക്വയറിങ് ആൻഡ് ആഡിങ്. അപ്പോൾ സ്ക്വയറിങ് ആൻഡ് ആഡിങ് ഇക്വേഷൻ 2 ആൻഡ് 3 വി ഗെറ്റ്, നമ്മൾ ആദ്യം ഈ റൈറ്റ് ഹാൻഡ് സൈഡിലുള്ള ഇതാണ് നമ്മളിവിടെ സ്ക്വയർ ചെയ്തത്. അപ്പോൾ a2 കോസ് സ്ക്വയർ 5 പ്ലസ് a2 സൈൻ സ്ക്വയർ 5 ദാറ്റ് ഈസ് ഈക്വൽ ടു a1 കോസ് 5 പ്ലസ് a2 കോസ് 5 ഹോൾ സ്ക്വയർ പ്ലസ് a1 സൈൻ 5 പ്ലസ് a2 സൈൻ 5 ഹോൾ സ്ക്വയർ. അപ്പോൾ നമ്മൾ ഈ സ്ക്വയർ സ്ക്വയറിങ് ആണല്ലോ, എ പ്ലസ് ബി ഹോൾ സ്ക്വയർ എന്ന് പറയുന്ന ഫോമിലാണുള്ളത് കിടക്കുന്നത്. നമുക്കറിയാം എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2ab എന്നാണ് ഇതിൻ്റെ എഴുതാൻ പറ്റുക. അപ്പോൾ ആ ഫോമിൽ നമ്മൾ ഇതിനെ എഴുതുകയാണെന്നുണ്ടെങ്കിൽ a1 സ്ക്വയർ കോസ് സ്ക്വയർ 5 പ്ലസ് a2 സ്ക്വയർ കോസ് സ്ക്വയർ 5 പ്ലസ് 2a1 കോസ് 5 a2 കോസ് 5 പ്ലസ് a1 സ്ക്വയർ സൈൻ സ്ക്വയർ 5 പ്ലസ് a2 സ്ക്വയർ സൈൻ സ്ക്വയർ 5 പ്ലസ് 2a1 a2 സൈൻ 5 സൈൻ 5 എന്നാവും. ഇതൊക്കെ നമ്മൾ ചെയ്ത് നോക്കിയാൽ തന്നെ മനസ്സിലാകുന്ന കാര്യങ്ങളാണ്. ഇതിൽ നമ്മൾ പറയുമ്പോൾ ഇതിൽ നോക്കുന്ന സമയത്ത് ഇതിൽ കണ്ടോ, ഈ a1 കോസ് സ്ക്വയർ 5 a1 സ്ക്വയർ സൈൻ സ്ക്വയർ 5 ഇതിൽ നിന്ന് നമ്മൾ a1 സ്ക്വയറിനെ പുറത്തായി എടുത്താൽ എന്താ കിട്ടുക, ഈ രണ്ട് ടേമൊന്നും a1 സ്ക്വയർ കോസ് സൈൻ സ്ക്വയർ 5 പ്ലസ് കോസ് സ്ക്വയർ 5 എന്ന് കിട്ടും. അത് പറഞ്ഞാൽ എന്താണ്, സൈൻ സ്ക്വയർ 5 പ്ലസ് കോസ് സ്ക്വയർ 5 എന്ന് പറയുന്നത് 1 ആണല്ലോ. അപ്പോൾ നമ്മൾ ഇതിനെ a1 സ്ക്വയർ, അതേപോലെ തന്നെ a2 കോസ് സ്ക്വയർ 5 a2 സ്ക്വയർ സൈൻ സ്ക്വയർ 5 അതിൽ നിന്ന് നമ്മൾ a2 സ്ക്വയറിനെ പുറത്തെടുക്കുന്ന സമയത്ത് a2 സ്ക്വയർ എന്ന് കിട്ടും. അപ്പോൾ a1 സ്ക്വയർ പ്ലസ് a2 സ്ക്വയർ പ്ലസ് ഈ രണ്ട് ടേമിലും 2a1 a2 കോമൺ ആയിട്ടുണ്ട്. അപ്പോൾ ഇതിന് നമ്മൾ പുറത്തേക്ക് എടുക്കുകയാണ്. 2a1 a2 കോസ് 5 കോസ് 5 പ്ലസ് സൈൻ 5 സൈൻ 5 എന്നാവും. ഇത് എന്ന് പറയുന്നത് കോസ് എക്സ് മൈനസ് വൈ എന്ന് പറയുന്ന ഫോർമാറ്റിലാണ് കിടക്കുന്നത്. അപ്പോൾ ഇതിന് നമ്മൾ കോസ് 5 മൈനസ് 5 എന്നാവും. അപ്പോൾ മൊത്തത്തിൽ നമുക്ക് അതായത് ടോട്ടൽ നമ്മൾ നോക്കുന്ന സമയത്ത് എ സ്ക്വയർ എന്ന് പറയുന്ന എ സ്ക്വയർ ഈക്വൽ ടു a1 സ്ക്വയർ പ്ലസ് a2 സ്ക്വയർ പ്ലസ് 2a1 a2 കോസ് 5 മൈനസ് 5 എന്നാവും. അടുത്തത് നമുക്ക് പറയാനുള്ളത് ടാൻ ഫൈ എന്താണെന്നാണ്. അപ്പോൾ നമുക്ക് ഫേസ് ഡിഫറൻസ് ഒക്കെ നമുക്ക് കാണാൻ വേണ്ടിയിട്ടാണ് ഈ ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ടാൻ ഫൈ ഈക്വൽ ടു നമ്മൾ എഴുതിയിട്ടുള്ള ഇക്വേഷൻ 2 ആൻഡ് 3 ഇക്വേഷൻ 2/3 ചെയ്യുക, അല്ല 3/2 ചെയ്യുക. ആ സമയത്ത് നമുക്ക് കിട്ടും ടാൻ ഫൈ ഈക്വൽ ടു a1 സൈൻ 5 പ്ലസ് a2 സൈൻ 5 ബൈ a1 കോസ് 5 പ്ലസ് a2 കോസ് 5. ഇതാണ് ടാൻ ഫൈ എന്ന് പറയുന്നത്. ഇതെങ്ങനെ കിട്ടിയാൽ മനസ്സിലായില്ല. ഇതാക്കണം ഇക്വേഷൻ 3 ഇക്വേഷൻ 2. ഇത് 3/2 ചെയ്യുന്ന സമയത്ത് റൈറ്റ് ഹാൻഡ് സൈഡിൽ നോക്കുകയാണെങ്കിൽ a സൈൻ 5 ബൈ a കോസ് 5 ആവും. അപ്പോൾ എയും എയും ക്യാൻസൽ ആവും. സൈൻ 5 ഡിവൈഡഡ് ബൈ കോസ് 5 എന്ന് പറയുന്നത് എന്താണ്, ടാൻ 5 ആണ്. അപ്പോൾ ടാൻ 5 ഈക്വൽ ടു a1 സൈൻ 5 ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്ക് വരികയാണെങ്കിൽ a1 സൈൻ 5 പ്ലസ് a2 സൈൻ 5 ഡിവൈഡഡ് ബൈ a1 കോസ് 5 പ്ലസ് a2 കോസ് 5 ആവും. അപ്പോൾ നമുക്ക് കിട്ടും ടാൻ 5 ഈക്വൽ ടു a1 കോസ് 5 പ്ലസ് a1 സൈൻ 5 പ്ലസ് a2 സൈൻ 5 ഡിവൈഡഡ് ബൈ a1 കോസ് 5 പ്ലസ് a2 കോസ് 5 എന്ന് കിട്ടും. അപ്പോൾ അത്രയാണ് ടാൻ 5 എന്ന് പറയുന്നത്. അടുത്തതായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് രണ്ട് സ്പെഷ്യൽ കേസസ് ആണ്. കേസ് 1 എന്ന് പറയുന്നത് 5 മൈനസ് 5 എന്ന് പറയുന്നത്, അതായത് ഫേസ് ഡിഫറൻസ് എന്ന് പറയുന്നത് ഇൻ്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ്
2π അതായത് 2n π ആകുന്ന സമയത്തുള്ള ഒരു കേസ്. അതാണ് ഫസ്റ്റത്തെ കേസ് എന്ന് പറയുന്നത്. നമുക്കറിയാം പിന്നെ ഇവിടെ കിടക്കുന്നത് കോസ് 5 1 - 5 2 ആണല്ലോ. ഇതാ a² = a1² + a2² + 2a1 a2 cos 5 1 - 5 2 ആണല്ലോ. അപ്പോൾ 5 1 - 5 2 എന്ന് പറയുന്നത് ഇൻ്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് 2π അല്ലെങ്കിൽ 2nπ ആകുന്ന സമയത്ത് ഇവിടെ എന്നിന് വാല്യൂസ് കൊടുക്കുന്നത് 0 ആകാം, 1 ആകാം, 2 ആകാം, എക്സെട്ര n. നമുക്കറിയാം 0 ആകുന്ന സമയത്ത് എന്താണ് കോസ് 0 എന്ന് പറയുന്നത് എന്താണ് 1 ആണ്. അടുത്തത് കോസ് 2π n = 1 ആകുന്ന സമയത്ത് അപ്പോഴും എന്താണ് കോസ് 2π എന്ന് പറയുന്നത് എന്താണ് 1 ആണ്. അപ്പോൾ ഈ കേസിൽ അതായത് 5 1 - 5 2 = 2nπ ആകുന്ന സമയത്ത് കോസിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എന്താണ് 1 ആണ്. അപ്പോൾ നമുക്ക് കിട്ടും a² = a1² + a2² + 2a1 a2 അല്ലേ. ഈ a1² + a2² + 2a1 a2 എന്ന് പറയുന്നത് എന്താണ്? അതാണല്ലോ a1 + a2 2 എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്താം a² = a1² + a2 2 എന്ന് എഴുതാം. ഈ രണ്ട് ഭാഗത്തും സ്ക്വയർ ആണുള്ളത്. അപ്പോൾ നമ്മൾ സ്ക്വയർ കളയാൻ വേണ്ടിയിട്ട് റൂട്ട് എടുക്കുക. അപ്പോൾ a = a1 + a2 എന്ന് കിട്ടും. ഇതാണ് എന്താണ് മാക്സിമം ആകാനുള്ള കണ്ടീഷൻ എന്ന് പറയുന്നത് ഇതാണ്. അതായത് 5 1 - 5 2 അല്ലെങ്കിൽ ഫേസ് ഡിഫറൻസ് എന്ന് പറയുന്നത് ഇൻ്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് 2π ആകുന്ന സമയത്താണ് നമുക്ക് മാക്സിമം ആംപ്ലിറ്റ്യൂഡ് കിട്ടുക. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇനിയിപ്പോൾ എടുക്കുകയാണ് രണ്ട് വേവിൻ്റെയും ആംപ്ലിറ്റ്യൂഡ് സെയിം ആണെങ്കിൽ, ഇതാണല്ലോ ഇൻഡിവിജ്വൽ വേവിൻ്റെ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ഇത് രണ്ട്, അതായത് a1 = a2 = a ആകുന്ന സമയത്ത് അപ്പോൾ നമുക്ക് എന്താണ് a കിട്ടുക? a മാക്സിമം എന്താ കിട്ടുക? a മാക്സിമം = നമുക്ക് കിട്ടും 2a. അപ്പോൾ ഇങ്ങനെ ഫേസ് ഡിഫറൻസ് 2nπ അതായത് ഇൻ്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് 2π ആകുന്ന സമയത്ത് ഇങ്ങനെ കിട്ടുന്ന വേവ്സിനെയാണ് നമ്മൾ, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സൂപ്പർ പൊസിഷനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? കൺസ്ട്രക്റ്റീവ് സൂപ്പർ പൊസിഷൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ ആണോ? അതായത് നമ്മൾ പറഞ്ഞു ആംപ്ലിറ്റ്യൂഡ് മാക്സിമം ആകുന്ന സമയം എന്ന് പറയുന്നത് അതായത് ഫേസ് ഡിഫറൻസ് എന്ന് പറയുന്നത് 2nπ ആകുന്ന സമയത്താണ്. ദിസ് ഈസ് ദ കണ്ടീഷൻ ഫോർ കൺസ്ട്രക്റ്റീവ് സൂപ്പർ പൊസിഷൻ എന്ന് പറയുന്നത്. ഇനി അടുത്ത കേസ് നമുക്ക് നോക്കാം. അടുത്ത കേസ് എന്ന് പറയുന്നത് രണ്ടാമത്തെ കേസ്, ഫേസ് ഡിഫറൻസ് 5 1 - 5 2 എന്ന് പറയുന്നത് ഇൻ്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് 2n+1 പൈ ആകുന്ന സമയത്ത്, അതായത് ഓഡ് ഇൻ്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് പൈ ആകുന്ന സമയം, അതായത് 5 1 - 5 2 = 2n+1 പൈ ഓഡ് ഇൻ്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് പൈ ആകുന്ന സമയത്ത്. അപ്പോൾ നമ്മൾ നോക്കുക, ഇവിടെ എന്നിന് നമ്മൾ 0 വാല്യൂ കൊടുക്കുക. അപ്പോൾ നമുക്ക് പൈ കിട്ടും. അപ്പോൾ കോസ് പൈ എന്ന് പറയുന്നത് എന്താണ്? 0 ആണല്ലോ. അതേപോലെ തന്നെ നമ്മൾ എന്നിന് 1 കൊടുക്കുന്ന സമയത്ത് 3π എന്ന് കിട്ടും. കോസ് 3πൻ്റെ വാല്യൂ എന്താണ്? അതും 0 ആണ്. അപ്പോൾ ഈ 5 1 ഫേസ് ഡിഫറൻസ് ഓഡ് ഇൻ്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് പൈ ആകുന്ന സമയത്ത് നമുക്ക് കോസിൻ്റെ വാല്യൂ എന്താണ് കിട്ടുന്നത്? 0 ആണ്. അപ്പോൾ ഈ ഇക്വേഷൻ പ്രകാരം a² = a1² + a2² + 2a1 a2 cos 5 1 - 5 2 എന്നുള്ള റിസൾട്ടൻ്റ് ആംപ്ലിറ്റ്യൂഡിൻ്റെ ഈ ഇക്വേഷൻ പ്രകാരം നമുക്ക് എന്ത് കിട്ടും? ഈ ടേം നമ്മളത് 0 ആയി പോകും. അപ്പോൾ നമുക്ക് ഉണ്ടാകുക എന്താണ്? സോറി പൈ ആകുന്ന സമയത്ത്, അതായത് പൈ ആകുന്ന സമയത്ത് എന്താണ് കോസിൻ്റെ വാല്യൂ എന്ന് പറയുന്നത്? -1 ആണ്. അപ്പോൾ ഫേസ് ഡിഫറൻസ് 5 1 - 5 2 എന്ന് പറയുമ്പോൾ ഫേസ് ഡിഫറൻസ് 5 1 - 5 2 എന്ന് പറയുന്നത് ഓഡ് ഇൻ്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് പൈ ആകുന്ന സമയത്ത് കോസിൻ്റെ വാല്യൂ എന്താണ്? -1 ആണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? a² = a1² + a2² - 2a1 a2 എന്ന് കിട്ടും അല്ലേ. ഇത് എന്ന് പറയുന്നത് എന്താണ്? ഇതെന്ന് പറയുന്നത് എന്താണ്? a1 - a2 2 ആണല്ലോ. അപ്പോൾ a² =
A1 മൈനസ് A2 ഹോൾ സ്ക്വയർ ആയി. അപ്പോൾ നമ്മൾ റൂട്ട് ചെയ്യുക. അപ്പോൾ A ഈക്വൽ ടു A1 മൈനസ് A2 ആവും. ദിസ് ഈസ് ദ കണ്ടീഷൻ ഫോർ, അല്ലെങ്കിൽ പിന്നെ ഈ ഫേസ് ഡിഫറൻസ് ഓഡ് ഇൻ്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് പൈ ആകണം. പൈ എന്ന് പറയുന്നതാണ് എന്ത്, ഡിസ്ട്രക്റ്റീവ് സൂപ്പർ പൊസിഷൻ്റെ കണ്ടീഷൻ എന്ന് പറയുന്നത്. കാരണം ഇവിടെയാണ് നമുക്ക് മിനിമം ആംപ്ലിറ്റ്യൂഡ് കിട്ടുന്നത്. ഇപ്പോൾ ഇനിയിപ്പോൾ ഈ നമ്മൾ എടുത്തിട്ടുള്ള രണ്ട് വേവിൻ്റെയും ആംപ്ലിറ്റ്യൂഡ് സെയിം ആണെന്ന് കരുതുക. അപ്പോൾ നമുക്ക് കിട്ടുന്ന പിന്നെ റിസൾട്ടൻ്റ് ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് എന്തായിരിക്കും, അതായത് A1 ഈക്വൽ ടു A2 ഈക്വൽ ടു A ആകുകയാണ്, A എന്നെടുക്കുക. അപ്പോൾ നമുക്ക് റിസൾട്ടൻ്റ് ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് എന്തായിരിക്കും, 0 ആണ്. കാരണം അപ്പോൾ A മിനിമം ആംപ്ലിറ്റ്യൂഡാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. അപ്പോൾ ദിസ് ഈസ് ദ കണ്ടീഷൻ ഫോർ ഡിസ്ട്രക്റ്റീവ് സൂപ്പർ പൊസിഷൻ, അതായത് ഫേസ് ഡിഫറൻസ് ഓഡ് ഇൻ്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് പൈ ആകണം എന്നുള്ളതാണ് എന്ത്, കണ്ടീഷൻ ഫോർ ഡിസ്ട്രക്റ്റീവ് സൂപ്പർ പൊസിഷൻ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ നമ്മൾ രണ്ട് കേസാണ് പറഞ്ഞത്. ഒന്നാമത്തെ പറഞ്ഞത് മാക്സിമം ആംപ്ലിറ്റ്യൂഡ് കിട്ടുന്ന ഒരു കേസും, അതായത് കൺസ്ട്രക്റ്റീവ് സൂപ്പർ പൊസിഷൻ്റെ ഒരു കേസും. രണ്ടാമത് പറഞ്ഞത് മിനിമം ആംപ്ലിറ്റ്യൂഡ് കിട്ടുന്ന ഒരു കേസും, അതായത് ഫേസ് ഡിഫറൻസ് ഇൻ്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് 2π ആകുന്ന സമയത്ത് നമുക്ക് മാക്സിമം ആംപ്ലിറ്റ്യൂഡും ഓഡ് ഇൻ്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് π ആകുന്ന സമയത്ത് നമുക്ക് മിനിമം ആംപ്ലിറ്റ്യൂഡും കിട്ടും. പിന്നെ നമുക്ക് അടുത്തത് നോക്കാനുള്ളത് എക്സ്പ്രഷൻ ഫോർ റിസൾട്ടൻ്റ് ഇൻറ്റൻസിറ്റി. അതാണ് ഞാൻ അടുത്ത് നോക്കാനുള്ളത്. നമുക്കറിയാം ഇൻറ്റൻസിറ്റി ഓഫ് ലൈറ്റ് എന്ന് പറയുന്നത് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു, അതായത് I ഈക്വൽ ടു ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു സ്ക്വയർ ഓഫ് ദി ആംപ്ലിറ്റ്യൂഡ് ആണ്. ഇത് നമുക്കറിയാലോ. അപ്പോൾ ഇൻറ്റൻസിറ്റി ഓഫ് ലൈറ്റ് എന്ന് പറയുന്നത് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു സ്ക്വയർ ഓഫ് ദി ആംപ്ലിറ്റ്യൂഡ്. അപ്പോൾ അത് മുഖേന നമുക്ക് അറിയാം A² ഈക്വൽ ടു A1² പ്ലസ് A2² പ്ലസ് 2A1A2 cos φ1 മൈനസ് φ2 ഉണ്ട്. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ എങ്ങനെ I എഴുതുക, ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണലാണ് കേട്ടോ. അപ്പോൾ നമ്മൾ I ഈക്വൽ ടു I1 പ്ലസ് I2 I2 പ്ലസ്, ഇപ്പം ഇവിടെ കിടക്കുന്നത് A1 A2 ആണ്. അപ്പോൾ നമ്മൾ 2 റൂട്ട് I1 I2, അത് രണ്ടിനെയും മൊത്തത്തിൽ റൂട്ടിൻ്റെ ഉള്ളിൽ എടുത്തുള്ളൂ. 2 റൂട്ട് I1 I2 cos φ1 മൈനസ് φ2 എന്ന് കിട്ടും. ഇത് നിങ്ങൾ ചെയ്ത് നോക്കിയാൽ കിട്ടുന്നതാണ്, സിമ്പിളാണ്. അപ്പോൾ I എന്ന് പറയുന്നത് I ഈക്വൽ ടു റിസൾട്ടൻ്റ് ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത് I ഈക്വൽ ടു I1 പ്ലസ് I2 പ്ലസ് 2 റൂട്ട് I1 cos φ1 മൈനസ് φ2 എന്ന് കിട്ടും. ഹിയർ I1 I2 എന്നൊക്കെ പറയുന്നത് എന്താണ്, ഇവിടെ I1 I2 എന്നൊക്കെ പറയുന്നത് ഇവിടെ ഇൻറ്റൻസിറ്റീസ് ഓഫ് ദി പിന്നെ അതായത് നമ്മൾ ഇവിടെ പിന്നെ ഇൻ്റർഫിയർ ചെയ്യാൻ ഉപയോഗിക്കുന്ന വേവ്സിനുണ്ടാണ്, അതായത് ഇൻഡിവിജ്വൽ ഇൻറ്റൻസിറ്റിയാണ് ഓരോ വേവിൻ്റെയും. I എന്ന് പറയുന്നത് റിസൾട്ടൻ്റ് ഇൻറ്റൻസിറ്റിയും. ഓക്കെ ആണല്ലോ. അപ്പോൾ I ഈക്വൽ ടു I1 പ്ലസ് I2 പ്ലസ് 2 റൂട്ട് I1 I2 cos φ1 മൈനസ് φ2 എന്ന് കിട്ടും. ഇനി മാക്സിമം ആംപ്ലിറ്റ്യൂഡ് ആകുന്ന കേസിൽ, അതായത് ഫേസ് ഡിഫറൻസ് 2nπ ആകുന്ന സമയത്ത് ഇൻറ്റൻസിറ്റിക്ക് എന്ത് മാറ്റം ഉണ്ടാകുക, നമ്മൾ പറഞ്ഞത് I ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു സ്ക്വയർ ഓഫ് ദി ആംപ്ലിറ്റ്യൂഡ് ആണ് നമുക്ക് നമ്മളെ കയ്യിലുണ്ട്. അപ്പോൾ എന്തായാലും ഇൻറ്റൻസിറ്റി കൂടേണ്ടതാണ്, നമുക്ക് ഇതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ നമ്മൾ പിന്നെ ഫേസ് ഡിഫറൻസ് 2nπ ആകുന്ന സമയത്ത് ഇൻറ്റൻസിറ്റിക്ക് എന്ത് മാറ്റം ഉണ്ടാണെന്ന് നോക്കാം. അപ്പോൾ I മാക്സിമം ഉറപ്പാണല്ലോ, I മാക്സിമം ഇക്കാരം ആകുക, കാരണം അവിടെ ആംപ്ലിറ്റ്യൂഡ് മാക്സിമം ആണ്. അപ്പോൾ ആ സമയത്ത് നമുക്ക് cos φ1 മൈനസ് φ2 എന്ന് പറയുന്നത് എന്താകും, കോസിൻ്റെ വാല്യൂ അവിടെ 1 ആകും. അപ്പോൾ I1 പ്ലസ് I2 പ്ലസ് റൂട്ട് I1 I2. ഓക്കെ ആണല്ലോ. പിന്നെ അടുത്ത നമ്മളൊരു കേസിൽ പറഞ്ഞു A1 ഈക്വൽ ടു A2 ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം I1 ഈക്വൽ ടു I2 ഈക്വൽ ടു I എന്നെടുക്കാം. അതായത് ഇഫ് A1 ഈക്വൽ ടു A2 ആണെന്നുണ്ടെങ്കിൽ I1 ഈക്വൽ ടു I1 ഈക്വൽ ടു I2 ഈക്വൽ ടു I എന്നെടുക്കാം.
അപ്പോൾ ഐ മാക്സിമം എന്ന് പറയുന്നത് നമ്മൾ ആ ഇക്വേഷനിൽ കൊടുക്കുന്ന സമയത്ത് നമുക്ക് 4i കിട്ടും. അതായത് i1 പ്ലസ് i2, അതായത് i പ്ലസ് i പ്ലസ് റൂട്ട് i ഇൻറ്റു i കിട്ടും. അപ്പോൾ i² ആണ്, റൂട്ട് ആകുമ്പോൾ 2i ആകും. അപ്പോൾ മൊത്തത്തിൽ 4i എന്ന് കിട്ടും. പിന്നെ അടുത്ത പറയുന്നത് നമ്മൾ മിനിമം ആംപ്ലിറ്റ്യൂഡ് കിട്ടുന്ന കേസ്, അതായത് ഫേസ് ഡിഫറൻസ് ഓഡ് ഇൻ്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് പൈ ആകുന്ന സമയത്ത് 2n+1 പൈ ആകുന്ന സമയത്ത് ഐ മിനിമം എന്ന് പറയുന്നത് നമ്മൾ പിന്നെ നമുക്കറിയാം കോസിൻ്റെ വാല്യൂ അവിടെ -1 ആണ്. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന സമയത്ത് i1 പ്ലസ് i2 മൈനസ് 2 റൂട്ട് i1 i2 എന്നാണ് കിട്ടുക. ഇഫ് a1 ഈക്വൽ ടു a2 ദെൻ i1 ഈക്വൽ ടു i2 ഈക്വൽ ടു i എന്നെടുക്കുക. അപ്പോൾ ഐ മിനിമം എന്ന് പറയുന്നത് നമുക്ക് 0 എന്ന് കിട്ടും. അപ്പോൾ മിനിമം ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത് ഈ കേസിൽ നമുക്ക് 0 ആയിട്ട് കിട്ടും. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം, നമുക്ക് പിന്നെ 2 സിനുസോയിഡൽ വേവ്സ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും ആംപ്ലിറ്റ്യൂഡ് സെയിം ആകണമെന്നൊന്നുമില്ലല്ലോ. ആംപ്ലിറ്റ്യൂഡ് ഡിഫറെൻ്റ് ആയിട്ടാണ് നമ്മൾ എടുത്തത്. അപ്പോൾ ഇങ്ങനെ ആംപ്ലിറ്റ്യൂഡ് സെയിം ആകുന്ന ഒരു 2 വേവ്സ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മാക്സിമം ഇൻറ്റൻസിറ്റി ഉള്ള ഒരു പോയിൻറ്റും മിനിമം ഇൻറ്റൻസിറ്റി ഉള്ള വേറൊരു പോയിൻറ്റും നമുക്ക് ഇങ്ങനെ ഇടകലർന്ന് ഇങ്ങനെ കിട്ടാൻ സാധ്യതയുണ്ട്. ഇതിന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. കാരണം ഫേസ് ഡിഫറൻസ് ഇങ്ങനെ മാറുന്നതിനനുസരിച്ച് നമുക്ക് ഇങ്ങനെ ഇടകലർന്ന് നമുക്ക് മാക്സിമം ഇൻറ്റൻസിറ്റി ഒരു പോയിൻറ്റ്, പിന്നെ മിനിമം ഇൻറ്റൻസിറ്റി വേറെ പോയിൻറ്റ്, അപ്പോൾ അങ്ങനെ നമുക്കൊരു പിന്നെ ഇൻ്റർഫറൻസ് പാറ്റേൺ നമുക്ക് കാണാൻ കഴിയും. അത്തരത്തിൽ അതിന് വേണ്ടിയിട്ടുള്ള കണ്ടീഷൻസൊക്കെയാണ് നമ്മൾ അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഓക്കെ, താങ്ക് യു.